കളഞ്ഞു പോയത് എന്തും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എൻ്റെ സ്വർണ്ണാഭരണം പോയി, ഞാൻ ഈ അമല് ചെയ്തപ്പോൾ എനിക്കത് തിരിച്ചു ലഭിച്ചു. ധാരാളം ആളുകൾ സന്തോഷ വാർത്ത അറിയിച്ച അമൽ. ഈ അമല് ചെയ്താൽ നിനക്ക് കിട്ടാനുള്ള എല്ലാ പണവും എല്ലാ സ്വർണവും നിന്റെ കരങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരും. ഈ അത്ഭുതകരമായിട്ടുള്ള അമലിനെ ഒന്ന് ചെയ്ത് നോക്ക്, റിസൾട്ട് ഉറപ്പാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ധാരാളം ആളുകൾ സങ്കടത്തോടെ എനിക്ക് വിളിക്കുന്ന ഒരു കാര്യമാണ്. തങ്ങളെ എൻ്റെ ഇന്നാലിന്നൊരു കാര്യം കാണാതെയായി, അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിന്ന സ്വർണ്ണാഭരണം കാണാതെയായി, അത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരാൾക്ക് ഇത്രം ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ചോദിച്ച് കിട്ടുന്നില്ല, അത് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അങ്ങനെ നഷ്ടപ്പെട്ടു പോയതും കൊടുത്തതുമായത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു അമലുണ്ടോ? ഇത് നിങ്ങൾ കേൾക്കാത്തതാണ്. ഇങ്ങനെ ഒരു അമല് നമ്മൾ ഇതുവരെ പറയാത്തതുമാണ്. ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്താൽ നഷ്ടപ്പെട്ടു പോയത് എന്തു നിനക്ക് തിരിച്ചു കിട്ടും. ഇത് ഞാൻ ഉറപ്പ് പറയാൻ കാരണം, കുറേ ആളുകൾ ഈ അമല് ചെയ്തുകൊണ്ട് സന്തോഷ വാർത്ത എന്നോട് അറിയിച്ചതാണ്. അതുമാത്രല്ല, ഈ അടുത്തൊരാൾക്ക് ഞാൻ ഈ അമല് കൊടുത്തിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടി. അത്ഭുതമാണ്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു മജ്‌ലിസിനെ, ഈ ഒരു വീഡിയോസിനെ പരിപൂർണമായി കണ്ടാൽ എങ്ങനെയാണ് ഈ അമല് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഈ അമല് ചെയ്യേണ്ടത്, എന്തൊക്കെ നിയ്യത്ത് ഈ അമല് ചെയ്യുമ്പോൾ നമ്മൾ വെക്കണം, എന്തെല്ലാം എന്ന് പരിപൂർണമായി നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് അടിച്ചുവിട്ട് കണ്ടാൽ ആ ഭാഗം മാത്രം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ഇത് പരിപൂർണമായി ക്ഷമയോടുകൂടി നിങ്ങൾ കണ്ടാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തത നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ചെയ്യാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ഓരോരോ അമലുകൾ, നമ്മൾ പറയുന്ന ഓരോരോ അമലുകൾ ഹൃദയത്തോട് വെച്ച് സ്വീകരിച്ചുകൊണ്ട് ഒരു ഉറപ്പോടുകൂടി യഖീനോടുകൂടി സ്വീകരിച്ച ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു. ഇത്ര ആളുകളാണ്. എൻ്റെ ഫോൺ എടുത്താൽ അറിയാം, നിരന്തരമായി കോളുകളാണ്. തങ്ങളെ അമല് ഞാൻ ചെയ്തു, ആ ഉപ്പ് കൊണ്ടുള്ള അമല് ഞാൻ ചെയ്തു, എല്ലാ പനനീര് കൊണ്ടുള്ള അമല് ഞങ്ങൾ ചെയ്തു, എല്ലാ ചെടി കൊണ്ടുള്ള അമല് ഞങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കമന്റ് ബോക്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാലോ എത്ര റിസൾട്ടുകളാണ്. അതുകൊണ്ട് ഈ അമലിനെയും എല്ലാവരും ചെയ്യുക, എല്ലാവരും ഇത്രയും പ്രയാസത്തിലാണ്. തങ്ങളെ പോയ ക്യാഷ് കിട്ടാനുള്ളത്, സ്വർണ്ണാഭരണം പണം കളഞ്ഞുപോയി, അത് കിട്ടാൻ, അത് തിരിച്ചു കിട്ടാൻ. ഇപ്പൊക്കെ സ്വർണത്തിൻ്റെ ഒക്കെ ഒരു വില എന്താ, ഇപ്പൊ ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ റാഹത്താണ്. കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ എത്ര ആളുകളാണ് എൻ്റെ അടുത്തേക്ക് വന്ന് സങ്കടം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അമല് പറയുന്നത് കൂടുതലായിട്ട് നീട്ടി വലിച്ച് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് നമ്മളെ മജ്‌ലിസ് കണ്ടുകൊണ്ട് തങ്ങൾ പറയുന്ന ഇത്രം പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വലിയൊരു മുക്തത ലഭിക്കാൻ, ഇതിൽ നിന്ന് വലിയൊരു റാഹത്ത് ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തങ്ങളെ നേരിട്ടൊന്ന് കാണണമായിരുന്നു. എവിടേക്കാണ് വരേണ്ടതെന്ന് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം വീട്ടിലുണ്ടാകുന്ന ദിവസം ശനിയും തിങ്കളുമാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും അഭിവൃദ്ധിയും അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ തന്നനുഗ്രഹിക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? ഈ അമൽ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ളുഹായുടെ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക.
ഒരു ളുഹാ നിസ്കരിക്കുന്ന സമയം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ളുഹാ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ മുസല്ലയിൽ, അതേ മുസല്ലയിൽ 2 റക്അത്ത് ഖളാഉൽ ഹാജത്ത്, ആവശ്യ നിർവഹണത്തിനുള്ള 2 റക്അത്ത് നിസ്കാരം ആ മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് അത്തഹിയ്യാത്തിന്, നമ്മൾ അവസാനത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുക്കുക. അവിടെ എടുത്തന്നെ വെക്കുക, കയ്യെത്തുന്ന ദൂരത്ത് അവിടെ എടുത്തു വെച്ച് ഖുർആൻ എടുത്തുകൊണ്ട് മഹാനായ ഹിദ്ർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഒരു 3 യാസീൻ, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ ഹിദ്ർ നബിയുടെ പേരിൽ നിയത്ത് ചെയ്തുകൊണ്ട്, എൻ്റെ ഇന്നാലിന്ന ഒരു ആഭരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഒരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നാലിന്നൊരു സംഗതി എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എല്ലാ എങ്കിൽ എൻ്റെ ഒരു പണം ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് അതെനിക്ക് തിരിച്ചു കിട്ടുന്നില്ല, അതെനിക്ക് തിരിച്ചു ലഭിക്കുന്നില്ല, അതൊന്ന് തിരിച്ചു കിട്ടണം, അദ്ദേഹത്തിന് എനിക്ക് തിരിച്ചു തരാനുള്ള മനസ്സുണ്ടാവണം എന്നൊരു നിയ്യത്തോടുകൂടി ഹിദ്ർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഒരു 3 യാസീനൊന്ന്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, യാസീൻ കഴിഞ്ഞ ഉടനെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 21-ാമത്തെ ജുസ്ഇല് 30-ാമത്തെ അധ്യായം, ഏതാണ് അധ്യായം? സൂറത്ത് റൂം മറച്ച് അതിലെ 15 മുതൽ 30 വരെയുള്ള ആയത്ത്, എത്ര ആയത്ത് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം, 15 മുതൽ 30 വരെയുള്ള ആയത്ത് ഒരു 15 പ്രാവശ്യം തുടർച്ചയായി ഓതി നിങ്ങൾ തെരഞ്ഞാൽ, വീട്ടിൽ നിന്ന് കളഞ്ഞു പോയതാണെങ്കിൽ അത് തിരിച്ചു കിട്ടും. എല്ലാ എങ്കിൽ നമ്മൾ ഫംഗ്ഷന് പോയി, ഓഡിറ്റോറിയത്തിൽ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയിൽ പോയി തിരിച്ചു വന്നപ്പോ കുട്ടിയുടെ കാലിലുള്ളത് കാണുന്നില്ല, അല്ലെങ്കിൽ അരയിലുള്ളത് കാണുന്നില്ല, അല്ലെങ്കിൽ കഴുത്തിലുള്ളത് കാണുന്നില്ല. നിങ്ങൾ ചൊല്ലിയാൽ ആരുടെ കയ്യിലാണ് എടുത്തത് കിട്ടിയത്, അവർ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ച് എത്തിക്കും. ഈ കാലത്ത് കാര്യങ്ങൾ എത്തിക്കൂ തങ്ങളെ. അതാണ് മഹാനായ ഹിദ്ർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ സൂറത്തുൽ യാസീൻ 3 പ്രാവശ്യം ഓതാൻ പറഞ്ഞു. അത് ആരെടുത്ത് കിട്ടിയാലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവും. അള്ളാഹു ഇട്ട് കൊടുക്കും. എല്ലാം അത് കളഞ്ഞു പോയതാണ്, നമ്മളെ വീടിന് എവിടെയോ ഉണ്ട്, അത് നിങ്ങളെ കൺമുന്നിലേക്ക് അള്ളാഹു എത്തിച്ചു തരും. അലമാറയിൽ വെച്ചതായിരുന്നു, ഒരിക്കലും കാണുന്നില്ല. ഞങ്ങൾ ഫുള്ള് തപ്പി. ഒരു സഹോദരി എനിക്ക് വിളിച്ചതാ, അത് ഞാൻ പറഞ്ഞു, ഈ അടുത്ത് എനിക്ക് റിസൾട്ട് ലഭിച്ചത്. ഒരു സഹോദരി എനിക്ക് വിളിച്ചിട്ട് പറയാം, തങ്ങളെ ഒരു കുട്ടിയുടെ അരയിലുള്ളത് ഞങ്ങൾ വെച്ചത് ഒരു ബോക്സിനകത്താക്കി വെച്ചതാണ്, അലമാറയിൽ വെച്ചത്, ഇപ്പൊ കാണുന്നില്ല. ഞങ്ങൾ ഫുള്ള് തെരഞ്ഞു, ഇനി തെരയാൻ ബാക്കി എവിടെയില്ല. ഇപ്പൊക്കെ സ്വർണത്തിന്റെ വില എത്രയാണ്? ഈ അടുത്തൊരു 3 ദിവസം മുമ്പ് എനിക്ക് വിളിച്ചത്. അപ്പൊ സ്വർണത്തിന്റെ ഒക്കെ വില എത്രയാണ്? തങ്ങളെ വലിയ ബുദ്ധിമുട്ടിന്, വലിയ പ്രയാസത്തിലാണ്, കാണുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ പ്രയാസത്തിൽ. ഞാൻ ഈ അമൽ അവർക്ക് പറഞ്ഞു കൊടുത്തു, അവർ ആത്മാർത്ഥമായി തെരഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തെരഞ്ഞോളി. അവർ തെരഞ്ഞ് അവസാനം അവർക്ക് ലഭിച്ചത് ഒരു ഡ്രസ്സിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് അവർ കണ്ടു. അവർ പെട്ടിയിൽ വെച്ചതാണെന്ന് അവർ അവകാശപ്പെട്ടത്, അവർക്ക് കിട്ടിയതാണെങ്കിലോ ഒരു ഡ്രസ്സിന്റെ നൂലിൽ ചുറ്റി കുടുങ്ങി കിടക്കുന്നതായിട്ട്. അത്രയും സൂക്ഷ്മമായി അവർ തെരഞ്ഞതാണ്. പിന്നെ ഇത് ഓതിയപ്പോൾ എങ്ങനെയാണ് അവരെ കണ്ണിമുന്നിലേക്ക് അത് എത്തിച്ചത്? മഹാനായ ഹിദ്ർ നബിയുടെ അവിടുത്തേക്ക് ഓതിയ യാസീനിന്റെ ഹക്ക് ബർക്കത്തുണ്ട്, സൂറത്ത് റൂമിന്റെ ഹക്ക് ബർക്കത്തുണ്ട്. അല്ലാഹു അവരെ കൺമുന്നിലേക്ക് അത് എത്തിച്ചു കൊടുത്തു. ഈ അമലാണ് കാരണമായത്. അങ്ങനെ കുറേ റിസൾട്ട് ഈ അമൽ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ 3 ദിവസം ആയപ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ മജ്ലിസിൽ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് എൻ്റെ
മുഹിബ്ബീങ്ങൾ, ഈ മജ്ലിസിനെ സ്ഥിരമായി വീക്ഷിക്കുന്നവർ, ഈ മജ്ലിസിൽ ഒരു അമൽ പറഞ്ഞാൽ അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുന്ന ധാരാളം മുഹിബ്ബീങ്ങളുണ്ട്. ഈ സയ്യിദിയ മജ്ലിസിനെ അതിലിട്ട് സ്നേഹിക്കുന്നവരുണ്ട്. ഈ മജ്ലിസ് കൊണ്ട് വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചവരുണ്ട്. അമലുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറിയവരുണ്ട്. അവർക്ക് ഈ ഒരു അമല്, ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു അമല് പറഞ്ഞു കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സ്വീകരിക്കുക. കൊടുത്ത ക്യാഷ് ഈ അമല് കൊണ്ട് കിട്ടുമോ? ഈ അമല് കൊണ്ട് കിട്ടും. നീയത്ത് വെച്ചിട്ട് നീയത്ത് നിങ്ങൾ വെക്കുക. ഒരു നീയത്ത്, എനിക്ക് കൊടുത്ത ക്യാഷ് കിട്ടാനുണ്ട്, എനിക്കൊരു സ്വർണം പോയിട്ടുണ്ട്, അങ്ങനെയല്ല. ഒറ്റ നീയത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് ചെയ്യാം. ഒറ്റ നീയത്തിൽ നിങ്ങൾക്കൊരു 10 ലക്ഷം കൊടുത്തിട്ടത് കിട്ടുന്നില്ല, അതാണ് നിയത്തെങ്കിൽ ഈ ഒരു അമല് തുടർച്ചയായി ഒരു 7 ദിവസം നിങ്ങൾ ചെയ്യുക. കൂടുതലൊന്നുമില്ല, തുടർച്ചയായി 7 ദിവസം ചെയ്യുക. 7 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് ആരാണോ നിങ്ങൾക്ക് 10 ലക്ഷം തരാനുള്ളത്, അല്ലെങ്കിൽ ഒരു സംഖ്യ നിങ്ങൾക്ക് തരാനുള്ളത്, അള്ളാഹു അവർക്ക് കൊടുക്കാനും ഉള്ളൊരു മനസ്സിനിട്ട് കൊടുക്കും, നിങ്ങളിലേക്ക് എത്തിച്ചു തരും. പിന്നീട് അവരോട് നിങ്ങൾ 7 ദിവസം കഴിഞ്ഞ് അമല് ചെയ്ത് അവരോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് തരും. അവര് തരാനുള്ള മാർഗം അള്ളാഹു തുറന്നിട്ട് കൊടുക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇങ്ങനെയുള്ള ധാരാളം അമലുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ ഓരോ ദിവസമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം കുറേ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, കുറേ ആളുകൾ പ്രയാസപ്പെടുകയാണ്. എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ പറയാറുണ്ട്, തങ്ങളെ എനിക്കൊരു ഇത്രം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിത് പറഞ്ഞു പോകുന്ന സമയത്ത്, ഒരാളുകളെ സമീപിക്കുന്ന സമയത്ത് അവർ പറയും, ഞങ്ങളത് വാങ്ങിത്തരാം, ഇന്നാലിൻ്റെ സംഖ്യ ഇവിടെ ഏൽപ്പിച്ചു തരാം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ അമലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ കുറേ അമലുകൾ നമ്മൾ പറയുന്നുണ്ട്. ഓരോരുത്തർ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന എന്തൊരു വിഷയമാണുള്ളത്, ഇതിനൊക്കെ നമ്മൾ അമലുകൾ പറയുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരും ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവരും ഇത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ 9:30 തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ മജ്ലിസ് ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുക, ലൈവ് മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.